പിണറായി സർക്കാർ അധികാരമേറ്റതു മുതൽ ചർച്ച ചെയ്യപ്പെടുത്ത ഒന്നാണ് കിഫ്ബി. ഈ കിഫ്ബിയെ ചുറ്റിപ്പറ്റി ഉണ്ടായ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകളിൽ ടോൾ ഏർപ്പെടുത്തി കിഫ്ബിക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ അത് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞെങ്കിലും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ധനമന്ത്രി ബാലഗോപാൽ അത് നിഷേധിച്ചിട്ടില്ല. അപ്പോൾ ഏത് നിമിഷവും കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകളിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ടോൾ നൽകേണ്ടി വരും എന്നതാണ്. അപ്പോൾ ഈ കിഫ്ബിയുടെ CEO എന്ന് പറയുന്നത് മുൻ ചീഫ് സെക്രട്ടറി എബ്രഹാമാണ്. അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രധാന ഉപദേഷ്ടാവ്. റിട്ടയർമെൻറ്റിന് ശേഷം 3 ലക്ഷത്തിലധികം പ്രതിഫലം പറ്റിക്കൊണ്ട് ആണ് അദ്ദേഹം കിഫ്ബിയിൽ സേവനം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ അനധികൃത സമ്പാദ്യം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോമോൻ പുത്തൻപുരയ്ക്കൽ ഒരു റിട്ട് ഹർജി ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു. ആ റിട്ട് ഹർജിയിലെ ഉള്ളടക്കം കേട്ടാൽ ആരും ഞെട്ടിപ്പോകും. അത്രയ്ക്ക് സമ്പാദ്യമാണ് ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് IAS ഇദ്ദേഹം ഉണ്ടാക്കിയത്. വിചാരണ പൂർത്തിയായെങ്കിലും വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുകയാണ് ആ കേസ്. ഏത് ദിവസവും ആ അന്വേഷണം CBIക്ക് വിടാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ബഡ്ജറ്റിന് പുറത്ത് ഒരു സംവിധാനം, അതാണ് കിഫ്ബി. അതായത് കേരളത്തിൻ്റെ ബഡ്ജറ്റ് തുകയിൽ നിന്ന് പുറത്ത് ഒരു ഫണ്ട് ഉണ്ടാക്കി അതുകൊണ്ട് സ്കൂൾ കെട്ടിടങ്ങളും റോഡുകളും പാലങ്ങളും ഒക്കെ നിർമ്മിക്കുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെ ആയാൽ മാത്രമേ വേഗതയിൽ കാര്യങ്ങൾ നടക്കൂ എന്നാണ് സർക്കാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറഞ്ഞ് ഒരു വകുപ്പും അതിന് റിയാസ് എന്ന് പറഞ്ഞൊരു മന്ത്രിയും 100 കണക്കിന് എഞ്ചിനീയർമാരും 1000 കണക്കിന് ജീവനക്കാരുമുണ്ട്. അപ്പോൾ ഈ വകുപ്പ് അങ്ങ് പിരിച്ചുവിട്ടാൽ, ആ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയെല്ലാം കിഫ്ബിയിലേക്ക് എടുത്താൽ മറ്റൊരു സംവിധാനം വേണ്ട. അപ്പോൾ കേരളമുണ്ടായ കാലം മുതൽ ഈ റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും എല്ലാം നിർമ്മിച്ചത് ഇതേ വകുപ്പാണ്. അതിന് ചീഫ് എഞ്ചിനീയറുണ്ട്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ 100 കണക്കിനുണ്ട്, വകുപ്പ് മന്ത്രി റിയാസ് ഉണ്ട്. റിയാസിന് ഈ ഭരണത്തിലുള്ള സ്വാധീനം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് G. സുധാകരൻ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ മന്ത്രി എത്ര നല്ല നിലയിലാണ് ഈ PWD വകുപ്പ് കൈകാര്യം ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. അഴിമതിക്ക് കുപ്രസിദ്ധരായ ഉദ്യോഗസ്ഥരെ വരച്ച വരയിൽ നിർത്തി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ശത്രുക്കൾ പോലും അംഗീകരിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരു വകുപ്പുണ്ടായിരിക്കെ കിഫ്ബി പോലെ ഓഡിറ്റിന് പുറത്ത് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യക്ക് കണക്ക് പരിശോധിക്കാൻ കഴിയാത്ത നിലയിൽ പണം സ്വരൂപിക്കുകയും പണം ചിലവിടുകയും ചെയ്യുന്ന ഒരു സമാന്തര സംവിധാനമാണ് കിഫ്ബി. അപ്പോൾ ഈ കിഫ്ബിയുടെ തലപ്പത്ത് ഇരിക്കുന്നതാകട്ടെ നേരത്തെ പറഞ്ഞ എബ്രഹാം, മുൻ ചീഫ് സെക്രട്ടറി. അദ്ദേഹത്തിന് പെൻഷൻ ലഭിക്കുന്നതിന് ഉപരിയാണ് നേരത്തെ പറഞ്ഞ 3 ലക്ഷത്തിലധികം രൂപ ശമ്പളം. മറ്റൊരു ചീഫ് സെക്രട്ടറി VP ജോയി, അദ്ദേഹം 20 ലക്ഷത്തോളം രൂപ അധികം കൈപ്പറ്റി എന്ന് അടുത്ത ദിവസങ്ങളിലാണ് കണ്ടെത്തിയത്. അങ്ങനെ റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥരെയും IPS ഉദ്യോഗസ്ഥരെയും, ഇപ്പോൾ DGP ആയിരുന്ന ബെഹ്റയാണ് മെട്രോയുടെ MD, പെൻഷൻ തുക തന്നെ അദ്ദേഹത്തിന് 2 ലക്ഷത്തോളം കിട്ടും. അതിനുപരിയായി 3 ലക്ഷത്തിലധികമാണ് അദ്ദേഹത്തിൻ്റെ സാലറി. അപ്പോൾ ബെഹ്റ ആയാലും ഈ പറഞ്ഞ എബ്രഹാം ആയാലും VP ജോയി ആയാലും 30-35 കൊല്ലവും സിവിൽ സർവീസ് ശമ്പളം വാങ്ങി പെൻഷൻ പറ്റിയ ശേഷം നല്ല പെൻഷനും വാങ്ങി വീണ്ടും അവർക്ക് പുനർനിയമനം നൽകുമ്പോൾ അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് പുതിയ IASകാർക്കും KASകാർക്കുമാണ്. അപ്പോൾ എന്താണ് സർക്കാരിന് ഇവരോടുള്ള താല്പര്യം? ഇപ്പോൾ മുൻ DGP ആയിരുന്ന സന്ധ്യയ്ക്ക് ഇതുപോലെ ഒരു ലാവണം നൽകിയിട്ടുണ്ട്. അങ്ങനെ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർക്കെല്ലാം ഇത്തരത്തിൽ ലാവണം നൽകുമ്പോൾ അതിൻ്റെ അർത്ഥം സർവീസ് കാലത്ത് ഇവർ വഴിവിട്ട നിലയിൽ സർക്കാരിനെ സഹായിച്ചിട്ടുണ്ട് എന്നാണ്. ആ സഹായത്തിനുള്ള പ്രത്യുപകാരമാണ് ഇത്തരം പോസ്റ്റിംഗ്. ഇനി പറഞ്ഞു വരുന്നത് നമ്മുടെ കിഫ്ബിയുടെ വരുമാനത്തെക്കുറിച്ചാണ്. ഇപ്പോൾ റോഡ് ടാക്സ്
റോഡ് ടാക്സ് കിഫ്ബിക്ക് ലഭിക്കുന്നുണ്ട്. പെട്രോൾ അടിക്കുമ്പോൾ സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്, അതും കിഫ്ബിക്ക് വരുമാനമാണ്. ഇത് കൂടാതെയാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിച്ച് വലിയ പലിശയ്ക്ക് പണം കടമെടുത്തത്. അപ്പോൾ ഇത് ആര് ഈ പലിശ വീട്ടും? അപ്പോൾ കേരളത്തിൻ്റെ പേരിൽ സർക്കാർ കടമെടുത്താൽ അത് കിഫ്ബിയുടെ പേരിലായാലും സർക്കാരിൻ്റെ പേരിലായാലും ആ കടബാധ്യത മാറി വരുന്ന സർക്കാരുകളുടെ തലയിലാണ്. മാത്രവുമല്ല, സംസ്ഥാന സർക്കാരുകൾ ഇതിൽ പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. അപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ കിഫ്ബിയുടെ കേസ് നിലവിലുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ നടത്തിയ വാദം, നാഷണൽ ഹൈവേക്ക് ടോൾ ഏർപ്പെടുത്താമെങ്കിൽ നാഷണൽ ഹൈവേ പോലെ തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കിഫ്ബിക്കും അതാവാം. അപ്പോൾ കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ല എന്നുള്ള വാദം, ആ വാദത്തെ മറികടക്കാനാണ് ഇപ്പോൾ ടോൾ ഏർപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അവശേഷിക്കുന്ന ചോദ്യം, കിഫ്ബിക്ക് വരുമാനമുണ്ടല്ലോ, ഓരോ ആളും അടയ്ക്കുന്ന റോഡ് ടാക്സും പെട്രോൾ സെസ്സും കിഫ്ബിയിലേക്ക് വരുന്നുണ്ടല്ലോ. ഇതെല്ലാം തന്നെ നമ്മുടെ ബഡ്ജറ്റിൽ പൊതുഖജനാവിലുള്ള പണമാണ്. അപ്പോൾ പൊതുഖജനാവിലെ പണം ഇഷ്ടക്കാരെ നിയോഗിച്ചുകൊണ്ട് അവരുടെ തോന്നിയാസം പോലെ ഉപയോഗിക്കാനും വഴിവിട്ട രീതിയിൽ പ്രവർത്തിക്കാനുമുള്ള ഒരു സമാന്തര സംവിധാനമാണ് കിഫ്ബി. എല്ലാ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും വലിയ വലിയ ശമ്പളമാണ് നൽകുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഉറക്കമുളച്ച് പഠിച്ച് PSC പരീക്ഷ എഴുതി ജോലി ലഭിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിലെയും സെക്രട്ടേറിയറ്റിലെയും ഉദ്യോഗസ്ഥരെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് മറ്റൊരു സമാന്തര സംവിധാനം എന്തിനാണ് സർക്കാരിന്? അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഈ പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്നത് അബോളിഷ് ചെയ്തുകൂടെ? പൊതുമരാമത്ത് മന്ത്രി റിയാസിന് ടൂറിസം വകുപ്പ് കൂടിയുണ്ട്. അദ്ദേഹം ടൂറിസം മന്ത്രിയായി നടക്കട്ടെ. എന്തിനാണ് ഈ പൊതുമരാമത്ത് വകുപ്പ്? അപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് പരാജയമാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ നടപടികൾ. ഇപ്പോൾ മുൻ മന്ത്രി തോമസ് ഐസക് പറഞ്ഞിരുന്നത്, ഒരു കാരണവശാലും കിഫ്ബി നിർമ്മിക്കുന്ന റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്തില്ല, ആ ടോൾ ഏർപ്പെടുത്തുന്നതിന് സർക്കാർ എതിരാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ടോള് നിർത്താനൊരു തീരുമാനമെടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന പാതകളിലുള്ള ടോൾ ബൂത്തുകളെല്ലാം അവസാനിപ്പിച്ചത്. അല്ലാതെ അത് LDF സർക്കാരിൻ്റെ നയമല്ല. ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത തീരുമാനം LDF സർക്കാർ നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തത്. ഭരണത്തിൽ വരുന്ന സർക്കാർ, അത് ഇടതുപക്ഷമായാലും UDF ആയാലും, ഉദ്യോഗസ്ഥരിൽ വിശ്വാസം വേണം, ജനങ്ങളിൽ വിശ്വാസം വേണം. നിലവിലുള്ള ബ്യൂറോക്രാറ്റുകളെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു ബ്യൂറോക്രാറ്റുകളുടെ സംഘമുണ്ടാക്കി സമാന്തരമായി പണവും വികസന പ്രവർത്തനങ്ങളും വഴിതിരിച്ചു വിടുന്നത് ഒരു ഉദ്ദേശശുദ്ധിയുള്ള കാര്യമായി കാണുന്നില്ല.